കാറിനുള്ളിൽ ശവം കണ്ട ഇവൻ പോലീസിനെ വിളിക്കാൻ പോയെങ്കിലും പിൻസീറ്റിലെ കാശിന്റെ കെട്ട് കണ്ട് അതെടുത്ത് അവൻ മുങ്ങി. പക്ഷേ മൃതദേഹങ്ങൾ മാറ്റാൻ മറന്നതിനാൽ തിരികെ വന്ന് അവ കാറിന്റെ പിന്നിലാക്കി അടക്കം ചെയ്യാൻ ഇറങ്ങി. വഴിയിൽ മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് പരിശോധിച്ച പോലീസിനെ കണ്ട് പേടിച്ചെങ്കിലും വേറെ ഒരു കാർ വേഗത്തിൽ പോയപ്പോൾ പോലീസ് അതിന് പുറകെ പോയി. അയാൾ രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പോലീസ് ഇയാളെയും പിന്തുടർന്നു. വഴിയിലൊതുക്കി വണ്ടി ഓഫാക്കിയതിനാൽ സംശയം തോന്നാതെ പോലീസ് കടന്നുപോയി. ഗ്യാരേജിൽ ഒളിപ്പിച്ച കാറിലെ ശവങ്ങളുടെ നാറ്റം കണ്ട് നായ കുരച്ചതോടെ കുഴിയെടുത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു. കാറിലെ ചോര തുടച്ച് തെളിവുകൾ കളയാനിറങ്ങിയപ്പോൾ പോലീസ് തടഞ്ഞെങ്കിലും ആൽക്കഹോൾ ടെസ്റ്റിൽ ജയിച്ചു. വീട്ടിലെത്തി തുണികൾ കുളത്തിലെറിഞ്ഞു കാറും ഉപേക്ഷിച്ചു. പിറ്റേന്ന് ലക്ഷങ്ങളുടെ മോഷണം പുറത്തുവരികയും പരിശോധനയിൽ കാറിനടിയിലെ GPS കണ്ടെത്തുകയും ചെയ്തു. പണം ഒളിപ്പിക്കുമ്പോൾ ഭാര്യ വന്ന് പണം ചോദിച്ചെങ്കിലും ബാങ്കിലിട്ടാൽ പോലീസ് അറിയുമെന്നതിനാൽ സമയം ചോദിച്ചു. പുറത്ത് ഫോൺ ബെല്ലടിക്കുന്നെന്ന് മകൾ പറഞ്ഞപ്പോൾ ട്രാക്ക് ചെയ്യപ്പെടുമോ എന്ന് പേടിച്ച് മണ്ണ് തുരന്ന് ഫോൺ എടുത്തപ്പോൾ വിളിച്ചത് ഭാര്യയായിരുന്നു. വീട്ടിലെത്തി എന്താണ് വിവാഹമോചനമെന്ന് ചോദിച്ചപ്പോൾ നിന്റെ കയ്യിൽ പണമില്ല എന്ന് ഭാര്യ തുറന്നടിച്ചു. പക്ഷേ ആ ദിവസം മുതൽ അവൻ കോടീശ്വരനായി എന്ന് അവൾക്കറിയില്ലായിരുന്നു.